ഹായ് ഓൾ, വൈറലായിട്ടുള്ള ക്ലൗഡ് ബോട്ട് എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം. ക്ലൗഡ് ബോട്ട് എന്താണ്, എങ്ങനെയാണ് അതിൻ്റെ ഒരു യൂസ് കേസ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ഇതിന് മുമ്പത്തെ ഒരു വീഡിയോയിൽ ഇട്ടിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്കത് ഇൻസ്റ്റാൾ ചെയ്യുന്നതും അതിൻ്റെ ഒരു യൂസ് കേസും ഒക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നിങ്ങൾ ഓപ്പൺ ക്ലോയുടെ വെബ്സൈറ്റിലേക്ക് പോവാം. അപ്പോൾ അതിനുവേണ്ടി ഓപ്പൺ ക്ലോ എന്ന് ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഈ വെബ്സൈറ്റ് കിട്ടും. ഇതാണ് വെബ്സൈറ്റ് openclaw.ai എന്നുള്ളത്. അപ്പോൾ ഇവിടെ വന്നു കഴിയുമ്പോൾ നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് ക്വിക്ക് സ്റ്റാർട്ട് എന്ന് പറയുന്നൊരു സെക്ഷൻ കാണാം. ഇവിടെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കമാൻഡ്സും കാര്യങ്ങളും നിങ്ങൾക്ക് കിട്ടും. ഇപ്പോൾ നിങ്ങൾ വിൻഡോസാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ എന്ത് ചെയ്യുക, വിൻഡോസ് എന്നുള്ള ഇതൊന്ന് ക്ലിക്ക് ചെയ്യുക. അത് നിങ്ങൾക്ക് ഈ ഒരു കമാൻഡ് വിൻഡോസിൽ നിങ്ങൾക്ക് റൺ ചെയ്യാം. അപ്പോൾ പവർ ഷെല്ലോ CMDയോ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ ഒരു കമാൻഡ്സ് യൂസ് ചെയ്തിട്ട് റൺ ചെയ്യാനായിട്ട് പറ്റും. ഞാനിപ്പോൾ യൂസ് ചെയ്തത് macOS ആയതുകൊണ്ട് തന്നെ ഞാൻ macOS ഓർ ലിനക്സ് എന്നുള്ളൊരു ഓപ്ഷനാണ് ചൂസ് ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് ഈ ഒരു കമാൻഡ്സ് റൺ ചെയ്യാം. അപ്പോൾ ഞാൻ NPM യൂസ് ചെയ്തിട്ടാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അപ്പോൾ NPM യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നോഡ് നിങ്ങളുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾഡ് ആണ് എന്നുള്ള കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ അതിനുവേണ്ടി നമുക്കൊന്ന് ടെർമിനൽ ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഇനി നിങ്ങൾ സിസ്റ്റത്തിൽ നോഡ് ഉണ്ടോ എന്ന് അറിയാനായിട്ട് ജസ്റ്റ് നോഡ് -v എന്നൊന്ന് കൊടുത്താൽ മതി. അപ്പോൾ ഇവിടെ വേർഷൻ കാണാൻ പറ്റും. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ സിസ്റ്റത്തിൽ വേർഷൻ 24.13.0 ആണുള്ളത്. അപ്പോൾ ഇനി നിങ്ങളിൽ നോഡ് ഇല്ലെങ്കിൽ നോഡ് -v എന്ന് കൊടുക്കുമ്പോൾ നമ്മൾക്ക് നോഡ് ഇല്ലെന്ന് കാണിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, നോഡ് ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ അതിനുവേണ്ടി Node.js എന്ന് പറയുന്ന ഈ ഒരു URL-ലേക്ക് വരാം. ഓക്കെ, ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, get Node.js എന്ന് കൊടുത്തിട്ട് നിങ്ങൾക്ക് Node.js ഫസ്റ്റ് സിസ്റ്റത്തിലേക്ക് ഡൗൺലോഡ് ചെയ്യണം. ഇനി അടുത്തത് ഈ ഒരു കമാൻഡുകൾ നമുക്ക് റൺ ചെയ്യാം. ഇപ്പോൾ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത കമാൻഡ് റൺ ചെയ്യാം. openclaw onboard എന്ന് പറയുന്ന ഈ ഒരു കമാൻഡ് നമുക്ക് കോപ്പി ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതായിരിക്കും നമുക്ക് വന്നിരിക്കുന്നത്. ഇതിവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു സെക്യൂരിറ്റി വാർണിംഗ് ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ കറക്റ്റായിട്ട് റീഡ് ചെയ്ത് നോക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, ഐ അണ്ടർസ്റ്റാൻഡ് ദിസ് ഇസ് പവർഫുൾ ആൻഡ് ഇൻഹെറൻറ്റ്ലി റിസ്കി, കണ്ടിന്യൂ എന്നുള്ളത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് റീഡ് ചെയ്ത് നോക്കുക. കാരണം നമ്മൾ ഇതിന് മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ ഇതിൻ്റെ കുറച്ച് റിസ്ക് ഫാക്ടേഴ്സും കാര്യങ്ങളും ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കാം. എന്നിട്ട് എന്താണ് കാര്യങ്ങളെന്നൊന്ന് നോക്കുക. എന്നിട്ട് നിങ്ങൾ ഓക്കെ ആണെങ്കിൽ യെസ് എന്നുള്ളത് കൊടുക്കാം. ഇനി ഇവിടെ നമുക്ക് രണ്ട് ഓപ്ഷൻസ് കാണിക്കുന്നുണ്ട്. ഓൺ ബോർഡിംഗ് മോഡ് ക്വിക്ക് സ്റ്റാർട്ട് ആണോ അതോ മാനുവൽ ആണോ എന്നുള്ളത്.